ഇന്ത്യ പാക് സംഘർഷമൊഴിഞ്ഞ ജമ്മുവും സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. ജമ്മുവിൽ കടകൾ തുറന്നു. എന്നാൽ രജൌരി, പൂഞ്ച് അടക്കമുള്ള ഇടങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുന്നതേയുള്ളൂ. രജൌരിയിലും പൂഞ്ചിലും ഇപ്പോഴും കടകൾ അടഞ്ഞുകിടക്കുകയാണ്. നോബിൾ മാരിക്കാരന്റെ റിപ്പോർട്ട്. ഇന്ത്യ പാക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ജമ്മു കാശ്മീരിലെ ജമ്മു മേഖലയിൽ കാര്യങ്ങൾ ഏകദേശം സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. ജമ്മുവിലെ ഗാന്ധിനഗർ ഗോൾഡ് മാർക്കറ്റിന് മുന്നിലാണ് നമ്മൾ ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വളരെ മനോഹരമായ ശില്പങ്ങൾ കൊണ്ടൊക്കെ മാർക്കറ്റ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതിസന്ധിക്ക് ശേഷം പ്രത്യേകിച്ച് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ മാർക്കറ്റ് അത്യാവശ്യം തുറന്ന് പ്രവർത്തിക്കുന്നു. ആളുകളൊക്കെ മാർക്കറ്റുകളിലേക്ക് എത്തുന്നു. ജമ്മുവിലെ ഈ മേഖല ഏകദേശം സാധാരണ നിലയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആളുകളെ കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ. അത്തരത്തിൽ ആളുകളും കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്താണ് ഇവിടുത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. നേരത്തെ രജൌരി, പൂഞ്ച് അടക്കമുള്ള മേഖലകൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെ ഒന്നും ഇത്തരത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല. കാരണം ഇപ്പോഴും ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തിയെങ്കിൽ പോലും കടകമ്പോളങ്ങൾ തുറക്കുകയോ അല്ലെങ്കിൽ പൊതുനിരത്തിൽ വാഹനങ്ങൾ ഒരുപാട് ഓടുകയോ ചെയ്യുന്ന സാഹചര്യവും നിലവിൽ ആ മേഖലയിൽ ഇല്ല. പക്ഷേ ഏതാണെങ്കിലും ജമ്മുവിന്റെ ഈ മേഖലയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ് എന്താണ് യാഥാർത്ഥ്യം. അത്യാവശ്യം വാഹനങ്ങളൊക്കെ എല്ലായിടത്തും ഓടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനജീവൻ സാധാരണ നിലയിലേക്ക് മാറുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ കഴിയുന്നു. നേരത്തെ ജമ്മു മേഖലയിലേക്ക് തന്നെയാണ് ആദ്യഘട്ടത്തിലൊക്കെ വലിയ തരത്തിൽ റോക്കറ്റ് അറ്റാക്കും അതോടൊപ്പം തന്നെ വലിയ ഡ്രോൺ അറ്റാക്കിനൊക്കെ സാക്ഷ്യം വഹിച്ചത്. അത്തരത്തിൽ ഷെല്ലുകളൊക്കെ ഇവിടെ പതിച്ചിരുന്നു പല മേഖലകളായിട്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഈ മേഖലയും നേരിട്ടിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിൽ പോലും അതിവേഗം പ്രത്യേകിച്ച് ഒരു നഗരപ്രദേശമായതുകൊണ്ട് തന്നെ അതിവേഗം സാധാരണ നിലയിലേക്ക് പോകാൻ ജമ്മുവിന് കഴിയുന്നുണ്ട് എന്താണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ മറ്റ് ആശങ്കകൾക്കിടയില്ല എന്നാണ് ഇവിടുത്തെ ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതേസമയം ഇത്തരത്തിൽ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലെ പൂർണ്ണമായും ശാന്തതയിലേക്ക് എത്തുമോ എന്നാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. കാരണം കഴിഞ്ഞ രാത്രി മറ്റ് വെടിവയ്പ്പോ അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സാധാരണയിലേക്ക് വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ പോകുമോ എന്നത് പ്രധാനപ്പെട്ടതാണ്. ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വാഹനങ്ങളും അതോടൊപ്പം തന്നെ ബസ്സുകളൊക്കെ ഓടുന്നതും കാണാൻ കഴിയും. ബസ്സുകളിലൊക്കെ ആളുകളെ കയറ്റുന്നതും ഒപ്പം ബസ് ഒക്കെ ഓടിത്തുടങ്ങുന്നതൊക്കെ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ജനജീവിതം സാധാരണയിലേക്ക് പോകുന്നത് ഈ ബസ് ഓട്ടമൊക്കെ നമുക്ക് അതിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും ജമ്മുവിൽ സാഹചര്യം കൂടുതൽ അനുകൂലമാവുകയാണ്. അതുപോലെ തന്നെ മറ്റ് രജൌരി, പൂഞ്ച് അടക്കമുള്ള മാഞ്ചാക്കോട് അടക്കമുള്ള പ്രദേശങ്ങളിൽ കൂടി ഇത്തരത്തിൽ സാധാരണയിലേക്ക് എത്തുകയാണെങ്കിൽ ജമ്മുവിലെ ജനജീവിതം പൂർണ്ണമായും സാധാരണയിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയാണ് നാട്ടുകാരും ഒപ്പം പ്രദേശവാസികളും ഒക്കെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ജമ്മു.